Tell the feeling like I'm trapped in my damn mind. Tell the feeling like tell the feeling like my life was a damn game. Nigga really wanna die in the nighttime. Only time I feel pain when I'm feeling love. That's why I said it on my face. Slow. I see the ഹലോ ഗൈസ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻസ്പയർ ആയിട്ടുള്ള ഒരു ലെൻസ് ബ്ലറാണ് നോക്കാനായിട്ട് പോകുന്നത്. ഒരുപോലെ നിങ്ങൾക്കിത് ട്രാൻസിഷനായിട്ടും എഫക്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അടിപൊളി എഫക്റ്റാണ്, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓഡിയോസിൻ്റെ ബീറ്റിനനുസരിച്ച് നിങ്ങളിത് എഫക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയാണ്. ഞാൻ എല്ലാവർക്കും കൂടി റെക്കമെൻഡ് ചെയ്യുകയാണ്, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാനും റീസെൻ്റ്ലി ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിതിൻ്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അടിപൊളിയാണ്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ ഞാനിവിടെ ഒരു വീഡിയോ ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഈ ഒരു വീഡിയോയിലാണ് എനിക്ക് ആ ഒരു ലെൻസ് ബ്ലർ ഇതിലോട്ട് കൊണ്ടുവരേണ്ടത്. ഇത് നിങ്ങൾക്ക് എഫക്റ്റായിട്ടും അതേപോലെ തന്നെ ട്രാൻസിഷനായിട്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. സോ ഞാൻ ആ ഒരു എഫക്റ്റ് വരേണ്ട ഭാഗത്തായിട്ട് ഞാൻ മാർക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു മാർക്ക് ആഡ് ചെയ്ത ഭാഗത്തായിട്ടാണ് എനിക്ക് ആ ഒരു എഫക്റ്റ് വരേണ്ടത്. ഓക്കെ, ഫൈൻ. ഇനി ആദ്യം ഇതിലോട്ട് നമ്മളൊരു ഓവർലേ ആഡ് ചെയ്യണം. സോ ഈ ഒരു ഓവർലേ ആഡ് ചെയ്താൽ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും നിങ്ങളുടെ വീഡിയോ കാണാനായിട്ട്. സോ ഇതൊരു ഫിലിം ഡാമേജ് ഓവർലേ ആണ്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യമുള്ളവരെല്ലാവരും ഈ ഒരു ഓവർലേ ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സൗണ്ട് കുറച്ച് കൊടുക്കുക. അതിനുശേഷം ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി എടുത്തതിന് ശേഷം ലൈറ്റ് ആണിൽ സ്ക്രീന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഫൈൻ. അപ്പോൾ ഈ ഒരു ഡാമേജ് എഫക്റ്റ് ഇതിലോട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആഡ് ചെയ്യേണ്ടത്, ഇനി നമുക്ക് മെയിൻ പണിയിലോട്ട് വരാം. സോ നിങ്ങൾ ആദ്യം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഒരു റെക്റ്റാങ്കിൾ ഇതിലോട്ട് ആഡ് ചെയ്യാം. സ്റ്റാൻഡേർഡ് സെറ്റിങ്സോട് കൂടി റെക്റ്റാങ്കിൾ ഇതിലോട്ട് ആഡ് ചെയ്യുക. അതിനുശേഷം ഫിൽ സ്ക്രീൻ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട ഡിസ്റ്റൻസ് നിങ്ങൾ ആദ്യം സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇത്രയും ഡിസ്റ്റൻസാണ് നിങ്ങൾക്കിപ്പോൾ ആ ഒരു വരണ്ടേ. സോ ഞാനിവിടെ ഡിസ്റ്റൻസ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും മതി എനിക്ക്. ഇനി നിങ്ങൾ എഫക്റ്റ് സെലക്ട് ചെയ്യുക, ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക. ഒതേഴ്സ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ആദ്യം ആഡ് ചെയ്യേണ്ട എഫക്റ്റാണ് കോപ്പി ബാക്ക്ഗ്രൗണ്ട്. സോ അത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടുത്തതായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് ലീനിയർ സ്ട്രീക്സ് ആണ്. സോ ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക, ബ്ലർ സെലക്ട് ചെയ്യുക. ലീനിയർ സ്ട്രീക്സ് ഇതിലോട്ട് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോട് കൂടി ആഡ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ബാക്ക് ഒന്ന് വന്നിട്ട് സ്ട്രെങ്ത് എടുക്കുക. സ്ട്രെങ്ത്തിൽ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, എൻഡിങ്ങിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഓക്കെ, സ്റ്റാർട്ടിങ്ങിൽ കീയിലോട്ട് വന്നിട്ട് 4 സെറ്റ് ചെയ്ത് കൊടുക്കുക. 4 മാത്രം മതി നമുക്ക് ഇവിടെ കേട്ടോ. സോ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ കീയിൽ 4 സെറ്റ് ചെയ്ത് കൊടുക്കുക, എൻഡിങ്ങിൽ കീയിൽ 0 സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഫൈൻ. എന്നിട്ട് നമ്മൾ ഗ്രാഫ് ആഡ് ചെയ്യണം. സോ ഈ ഒരു ഗ്രാഫാണ് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത്. ഈ ഒരു ഗ്രാഫ് ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ഗ്രാഫ് ഒന്ന് കോപ്പി ചെയ്യാം. നമ്മളെല്ലാത്തിലും ഇത് തന്നെയാണ് ആഡ് ചെയ്യേണ്ടത്. സോ കോപ്പി ചെയ്യാം. ഇനി നിങ്ങൾ ബാക്ക് വന്നിട്ട് ഈ ഒരു കോപ്പി ബാക്ക്ഗ്രൗണ്ട് ഇതിലൊന്ന് കളഞ്ഞിട്ട് 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി എഫക്ട്സ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അൺഡു ചെയ്യാം. സോ ആ ഒരു കോപ്പി ബാക്ക്ഗ്രൗണ്ട് തിരിച്ചു വരും. ഇനി നിങ്ങൾ 3 ലീനിയർ സ്ട്രീക്സാണ് നമുക്കിവിടെ വേണ്ടത്. സോ നിങ്ങൾ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യുക. 2 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ 3 ആയിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. ഇനി നമുക്ക് ഇതിലെ ആംഗിൾ സെറ്റ് ചെയ്ത് കൊടുക്കാം. സോ നിങ്ങൾ ഫസ്റ്റ് ലീനിയർ സ്ട്രീക്സ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ആംഗിൾ സെലക്ട് ചെയ്യുക. 60 ആണ് നമുക്കിവിടെ കൊടുക്കേണ്ടത്, 60 ഡിഗ്രി. സോ സെറ്റ് ചെയ്ത് കൊടുക്കുക. 60 60 ഡിഗ്രി. ഓക്കെ, ഫൈൻ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. 60 ഡിഗ്രി നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ബാക്ക് വരിക. ഇനി നമ്മൾ രണ്ടാമത്തെ ലീനിയർ സ്ട്രിക്സ് എടുക്കുക. ഇതിലെ ആംഗിൾ എന്ന് പറയുന്നത് 120 ആണ്, അതായത് 120. സോ 120 സെറ്റ് ചെയ്ത് കൊടുക്കുക. 120. ഓക്കെ, ഫൈൻ. 120 ഞാനിവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് വരിക. മൂന്നാമത്തെ ലീനിയർ സ്ട്രിക്സ് എടുക്കുക. ഇതിലെ ആംഗിൾ എന്ന് പറയുന്നത് 180 ആണ്. സോ നിങ്ങൾ 180 സെലക്ട് ചെയ്ത് കൊടുക്കുക. 180 എന്ന് പറയുമ്പോൾ 180, 180. സോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്ര ഉള്ള ഈ ഒരു എഫക്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ ഉണ്ടാവും ഈ ഒരു എഫക്റ്റ് വരുന്നത്. കാരണം അടിപൊളിയായിട്ട് ലെൻസ് ബ്ലർ എന്ന് പറയുമ്പോൾ അടിപൊളി ലെൻസ് ബ്ലർ ആയിട്ട് നിങ്ങൾക്ക് ഇത് ഫീൽ ചെയ്യും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നൈസാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണ്, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അതേപോലെ തന്നെ ബീറ്റിനനുസരിച്ചിട്ട് ഈ ഒരു എഫക്റ്റ് നിങ്ങൾ ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും കേട്ടോ. അടിപൊളിയാണ്. ഞാൻ ട്രൈ ചെയ്ത് നോക്കി എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുകയാണ്. ബീറ്റിനനുസരിച്ച് കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സോ എനിക്ക് വേണ്ട എല്ലാ ഭാഗത്തോട്ടും ഞാനിത് കൊണ്ടുപോയിട്ട് ഇനി നമ്മൾ പേസ്റ്റ് ചെയ്യണം. സോ നിങ്ങൾ ഈ ഒരു റെക്റ്റാങ്കിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം
ഇത് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ലെയർ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് എവിടെയൊക്കെ വേണം അവിടെയൊക്കെ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. സോ ഞാൻ എല്ലായിടത്തും കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ എനിക്ക് വേണ്ട എല്ലാ ഭാഗത്തോട്ടും കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അടിപൊളിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഞാൻ സത്യം പറയുകയാണ്, അടിപൊളിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ ഈ ഒരു ഓവർലേ ഉണ്ടെങ്കിലാണ് കുറച്ചുകൂടി ഭംഗി ഉണ്ടാവുക. ആ ഒരു ഓവർലേ ഇല്ലാണ്ട് നൈസാണ്, ബട്ട് ആ ഒരു ഓവർലേ ഉണ്ടെങ്കിലാണ് കുറച്ചുകൂടി ഭംഗി ഉണ്ടാവുക. ഞാൻ ജസ്റ്റ് ആ ഒരു ഓവർലേ ഹൈഡ് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, നൈസാണ്, ബട്ട് ആ ഒരു ഓവർലേ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയാണ്. സോ ട്രൈ ചെയ്ത് നോക്കി. ഈ ഒരു ഓവർലേ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യമുള്ളവരെല്ലാവരും അവിടെ പോയി ഡൗൺലോഡ് ചെയ്യുക. സോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.